ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 6-ാം അധ്യായം. ഈ 6-ാമത്തെ അധ്യായത്തിൽ ദക്ഷപുത്രിമാരിൽ നിന്ന് ദേവാസുര വംശം വർദ്ധിച്ചു വന്നതിനെ വിവരിക്കുന്നു. ശ്രീശുക ഉവാച തത പ്രാജേദസോ അസിജ്ഞാം അനുനീത സ്വയംഭുവ ഷഷ്ഠീം സഞ്ജനയാമാസ ദുഹിതൃ പിതൃവത്സലാഹ. നാരദമുനി പോയതിൽ പിന്നെ പുത്രവിനാശം ചിന്തിച്ച് കുണ്ഠിതനായിരിക്കുന്ന ദക്ഷനെ ബ്രഹ്മദേവൻ സമാശ്വസിപ്പിച്ച് പിന്നെയും സൃഷ്ടിയിൽ ഏർപ്പെടുത്തിയപ്പോൾ ഇനിയും പുത്രന്മാരെ ജനിപ്പിച്ചാൽ നാരദമുനി അവരെയും സന്യസിപ്പിക്കുമെന്നുള്ള ഭയത്താൽ അസിഗ്നി എന്നുപേരായ പത്നിയിൽ 60 പുത്രിമാരെ ജനിപ്പിച്ചു. അവർ പിതാവിന് വാത്സല്യപാത്രങ്ങളായിരുന്നു. ദശധർമായ കായേന്തോർദ്വിഷതൃണവദത്തവാൻ ഭൂതാംഗിരകൃശാശ്യേഭ്യോ ദ്വേദ്വേതാർഷ്യായ ചാപരാഹ. 60 പുത്രിമാരെ ഭർത്തൃമതികളാക്കിയതിനെ വിവരിക്കുന്നു. 10 പേരെ ധർമ്മനും 13 പേരെ കശ്യപനും 27 പേരെ ചന്ദ്രനും ഈ 2 പേരെ ഭൂതൻ അങ്കിരസ് കൃശാശ്വൻ ഇവർക്കും ബാക്കിയുള്ള 4 പേരെ താർഷ്യൻ എന്ന് മറ്റൊരു പേരോടുകൂടിയ കശ്യപനും കൊടുത്തു. നാമധേയാന്യമൂഷാം ത്വം സാപത്യാനാം ച മേ ശൃണു യാസാം പ്രസൂതി പ്രസവൈർ ലോക ആഭൂരിതാസ്ത്രയഃ. അവരുടെ സന്താനങ്ങളുടെയും നാമധേയങ്ങളെ പറയാം, കേൾക്കുക. അവരുടെ പുത്രപൗത്രാദികൾ 3 ലോകങ്ങളെയും പൂർണ്ണമാക്കി തീർത്തു. ഭാനുർലംബ ഖഗുബ്ജാമി വിശ്വാസാദ്യ മരുത്വദീ വസുർമുഹൂർത്ത സങ്കൽപ്പ ധർമ്മപത്ന്യസുതാൻ ശൃണു. ഭാനു, ലംബ, കകുവ്, ജാമി, വിശ്വ, സാധ്യ, മരുത്വതി, വസു, മുഹൂർത്ത, സങ്കൽപ്പ എന്ന 10 പേർ ധർമ്മൻ്റെ പത്നിമാർ. അവരുടെ സന്താനങ്ങളെ കേൾക്കുക. ബാനോസ്തു ദേവഋഷഭ ഇന്ദ്രസേനസ്തതോ നൃപ വിദ്യോത ആസീം ലംബായ സ്തതശ്ചസ്തനയിത്നവഃ. ഭാനുവിൻ്റെ പുത്രൻ ദേവഋഷഭൻ, അവൻ്റെ പുത്രൻ ഇന്ദ്രസേനൻ, ലംബയുടെ പുത്രൻ വിദ്യോധരൻ. അദ്ദേഹത്തിൻ്റെ മക്കളാണ് സ്തനയിത്നുക്കൾ. കകുഭസങ്കടസ്തസ്യ കീഘടസ്തനയോ യദഃ ഭുവോ ദുർഗാണി ജാമേയഃ സ്വർഗോ നന്ദിസ്തതോഭവത്. കകുപ്പിൻ്റെ പുത്രൻ സങ്കടൻ, അവൻ്റെ പുത്രൻ കീകടൻ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ഭൂമിയുടെ ദുർഗാഭിമാനികളായ ദേവന്മാർ. ജാമിയുടെ പുത്രൻ സ്വർഗൻ, അവൻ്റെ പുത്രൻ നന്ദി. വിശ്വദേവാസ്തു വിശ്വായ അപ്രജാംസ്താൻ പ്രജക്ഷതേ സാധ്യോ ഗണസ്തു സാധ്യായ അർത്ഥസിദ്ധിസ്തു തത്സുതഃ. വിശ്വയുടെ പുത്രന്മാർ വിശ്വദേവന്മാർ, അവർക്ക് സന്താനങ്ങളില്ലെന്ന് അറിവുള്ളവർ പറയുന്നു. സാധ്യയുടെ പുത്രന്മാർ സാധ്യന്മാരുടെ ഗണം, അർത്ഥസിദ്ധി അവരുടെ പുത്രൻ. മരുത്വാംശ്ച ജയന്തശ്ച മരുത്വത്യാം ബഭൂവധുഃ ജയന്തോ വാസുദേവാംശ ഉപേന്ദ്രൈതിയം വിദുഃ. മരുത്വതിയിൽ മരുത്വാൻ ജയന്തൻ എന്ന 2 പേരുണ്ടായി. ജയന്തൻ വാസുദേവാംശമാകുന്നു. ഉപേന്ദ്രൻ എന്ന് അദ്ദേഹത്തെ പറഞ്ഞു വരുന്നു. മൗഹൂർത്തിക ദേവഗണ മുഹൂർത്തായാശ്ച ജജ്ഞിരേ ഏവൈ ബലം പ്രയച്ഛന്തി ഭൂതാനാം സ്വസ്വകാലജം. മൗഹൂർത്തികന്മാർ എന്നു പറഞ്ഞു വരുന്ന ദേവഗണങ്ങൾ മുഹൂർത്തയുടെ പുത്രന്മാർ. പ്രാണികൾക്ക് അവരുടെ കാലത്തിലുള്ള ബലങ്ങളെ അവർ കൊടുക്കുന്നു. മുഹൂർത്താഭിമാനികളായ ദേവന്മാരാണവർ. സങ്കൽപ്പായാശ്ച സങ്കൽപ്പഃ കാമസങ്കൽപ്പജ സ്മൃതഃ വസവോഷ്ടൗ വസോ പുത്രാസ്തേഷാം നാമാനി മേ ശൃണു. സങ്കൽപ്പയുടെ പുത്രൻ സങ്കൽപ്പൻ, സങ്കൽപ്പപുത്രൻ കാമൻ, വസുവിൻ്റെ പുത്രന്മാർ അഷ്ടവസുക്കൾ. അവരുടെ നാമങ്ങളെ പറയാം, കേൾക്കുക. ദ്രോണഃ പ്രാണോ ധ്രുവോർക്കോ അഗ്നിർദോഷോ വസുർവിഭാവസുഃ ദ്രോണസ്യാഭിമതേ പത്ന്യാ ഹർഷശോകഭയാദയഃ. ദ്രോണൻ, പ്രാണൻ, ധ്രുവൻ, അർക്കൻ, അഗ്നി, ദോഷൻ, വസു, വിഭാവസു എന്നാണ് വസുക്കളുടെ പേർ. ദ്രോണൻ്റെ ഭാര്യ അഭിമതി. ഹർഷം, ശോകം, ഭയം മുതലായവർ അഭിമതിയുടെ പുത്രന്മാർ. പ്രാണസ്യോർജസ്വതീ ഭാര്യ സഹ ആയു പുരോജവഃ ധ്രുവസ്സ ഭാര്യ ധരണീരസൂത വിവിധ പുരഃ. പ്രാണൻ്റെ ഭാര്യ ഊർജസ്വതി,
സഹസ്, ആയുസ്, പുരോജവൻ എന്ന 3 പേർ ഊർജ്ജസ്വതി പുത്രന്മാർ. ധ്രുവന്റെ ഭാര്യ ധരണി. ബഹുവിധ പുരങ്ങളുടെ അഭിമാനികളായ ദേവതകൾ ധരണിയുടെ സന്താനങ്ങൾ. അർക്കസ്യ വാസനാ ഭാര്യ പുത്രാസ്തർഷാദയ സ്മൃതാഃ. അഗ്നിർഭാര്യ വസോർധാര പുത്രാ ദ്രവിണകാദയഃ. അർക്കൻ്റെ ഭാര്യ വാസന, തർഷൻ മുതലായവർ വാസനാസന്തതികൾ. അഗ്നിയുടെ ഭാര്യ വസോർധാര, ദ്രവിണകൻ മുതലായവർ വസോദ്ധാര പുത്രന്മാർ. സ്കന്ദശ്ച കൃത്തികാ പുത്രോ യേ വിശാഖാദയസ്തതഃ. ദോഷസ്യ ശർവരീ പുത്രഃ ശിശുമാരോ ഹരേ കല. സ്കന്ദനും അഗ്നിപുത്രനാകുന്നു. എടുത്തു വളർത്തിയ മാതാവ് കൃത്തികയായതുകൊണ്ട് കൃത്തികാപുത്രൻ എന്നും സ്കന്ദനെ പറയാറുണ്ട്. സ്കന്ദപുത്രന്മാർ വിശാഖൻ മുതലായവർ. ദോഷന്റെ ഭാര്യ ശർവരി, അവളുടെ പുത്രനായ ശിശുമാരൻ ഹരിയുടെ അംശമാകുന്നു. വാസോരാംഗിരസീ പുത്രോ വിശ്വകർമാ കൃതീപതിഃ. തതോ മനുശ്ചാക്ഷുഷോ ഭൂത് വിശ്വേ സാധ്യാ മനോസുതാഃ. വസുവിൻ്റെ ഭാര്യ ആംഗിരസി, അവരുടെ പുത്രൻ വിശ്വകർമാവ്. അദ്ദേഹം ശില്പികളുടെ ആചാര്യനാകുന്നു. വിശ്വകർമാവിൻ്റെ പുത്രൻ ചാക്ഷുഷൻ എന്നുപേരായ മനു. വിശ്വേ സാധ്യന്മാർ എന്ന ദേവന്മാർ ചാക്ഷുഷ മനുപുത്രന്മാർ. വിഭാവസോരസൂദോഷ വ്യൂഷ്ടം രോജിഷമാതപം പഞ്ചയാമോദഭൂതാനി യേന ജാഗ്രതി കർമ്മസു. വിഭാവസുവിൻ്റെ ഭാര്യ ഉഷ, വ്യുഷ്ടൻ, രോജിഷൻ, ആതപൻ എന്ന 3 പേർ ഉഷാപുത്രന്മാർ. ആതപപുത്രൻ 5 യാമങ്ങളോടുകൂടിയ ദിവസത്തിൻ്റെ അഭിമാനിയായ ദേവൻ പഞ്ചയാമൻ. പ്രാണികൾ കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നത് പഞ്ചയാമൻ്റെ പ്രേരണ നിമിത്തമാകുന്നു. സരൂപാസൂതഭൂതസ്യ ഭാര്യ രുദ്രാംശ കോടിശഃ. രൈവതോജോ ഭവോ ഭീമോ വാമ ഉഗ്രോ വൃഷാഗഭിഃ. അജൈഹപാദഹിർബുധ്ന്യോ ബഹുരൂപോ മഹാനിധി. രുദ്രസ്യ പാർഷദാശ്ചാന്യേ ഘോരാഭൂതവിനായകാഃ. ഭൂതന് 2 ഭാര്യമാർ. അതിൽ സരൂപ എന്ന ഭാര്യയിൽ അനേകം രുദ്രന്മാരുണ്ടായി. രൈവതൻ, അജൻ, ഭവൻ, ഭീമൻ, വാമൻ, ഉഗ്രൻ, വൃഷാകപി, അജൈകപാത്, അഹിർബുധന്യൻ, ബഹുരൂപൻ, മഹാൻ എന്ന 11 പേർ രുദ്രന്മാരിൽ പ്രധാനികൾ. ഭയങ്കര സ്വരൂപന്മാരായ ഭൂതവിനായകന്മാർ രുദ്രപാർഷദന്മാർ. ഇവർ ഭൂതൻ്റെ അന്യയായ ഭാര്യയിൽ ജനിച്ചവരാകുന്നു. പ്രജാപതേരംഗിരസഃ സ്വദാപത്നി പിതॄനദ. അഥർവാംഗിരസം വേദം പുത്രത്വേ ചാകരോത്സതി. അംഗിരസ എന്നുപേരായ പ്രജാപതിക്ക് 2 ഭാര്യമാർ. അവരിൽ സ്വത എന്ന ഭാര്യ പിതൃക്കളെ ജനിപ്പിച്ചു. സതി എന്ന ഭാര്യയിൽ അഥർവം, ആംഗിരസം എന്ന വേദാഭിമാനി ദേവതകൾ പുത്രന്മാരായി ഭവിച്ചു. കൃശാശോർച്ചിഷി ഭാര്യായാം ധൂമ്രകേശമജീജനത്. ധിഷണായാം വേദശിരോ ദേവലം വയുനം മനൂം. കൃശ്വാശ്വന് അർച്ചിസ്, ധിഷ്ണ എന്ന 2 പേർ ഭാര്യമാർ. അർച്ചിസിൽ ധൂമ്രകേശനെയും ധിഷണയിൽ വേദശിരസെ ദേവലൻ, വയുനൻ, മനു എന്നിവരെയും ജനിപ്പിച്ചു. താർഷ്യസ്യ വിനദാ കദ്രുഹു പതംഗീ യാമിനീ ദിജ. പതംഗ്യസൂത പതകാൻ യാമിനീ ശലഭാനദ. സുവർണസൂതഗരുഡം സാക്ഷാത് യത്നേശവാഹനം. സൂര്യസൂതമനൂരും ച കദ്രുർ നാഗാനനേകശഃ. താർഷ്യൻ എന്നുപേരുള്ള കശ്യപന് വിനത, കദ്രു, പതംഗി, യാമിനി എന്നുപേരുള്ള 4 പേർ പത്നിമാർ. പതംഗി എന്നവൾ പതംഗങ്ങളെയും യാമിനി ശലഭങ്ങളെയും സുവർണ സാക്ഷാൽ യത്നബലദാതാവായ ഭഗവാന്റെ വാഹനമായ ഗരുഡനെയും സൂര്യൻ്റെ സാരഥിയായ അനുരു എന്നുകൂടി പേരുള്ള അരുണനെയും കദ്രു അനേകം നാഗങ്ങളെയും ജനിപ്പിച്ചു. കൃത്തികാദീനി നക്ഷത്രാണിന്ദോ പത്ന്യസ്തു ഭാരത. ദക്ഷശാപസോനപത്യസ്താസു യഷ്മഗ്രഹാർദിതഃ. പുനഃപ്രസാദ്യ തം സോമഃ കലാലേപേക്ഷയേദിതാഃ. ഹേ ഭരതകുലശ്രേഷ്ഠ, ചന്ദ്രൻ്റെ ഭാര്യമാരായ കൃത്തികാദികളായ നക്ഷത്രങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. തൻ്റെ പുത്രിമാരായ 27 പേരിൽ രോഹിണിയിൽ മാത്രം അതിസ്നേഹവും മറ്റുപേരിൽ ഉപേക്ഷയും ചന്ദ്രൻ കാട്ടിയതിനാൽ ദക്ഷൻ ശപിച്ചു. ക്ഷയരോഗം ബാധിച്ചു. അതിനാൽ ചന്ദ്രൻ സന്താനഹീനനായി ഭവിച്ചു.
ദക്ഷനെ പ്രസാദിപ്പിച്ചപ്പോൾ കൃഷ്ണപക്ഷത്തിൽ ക്ഷീണിക്കുന്ന കലകൾക്ക് മാത്രം ശുക്ലപക്ഷത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ അനുഗ്രഹിച്ചതല്ലാതെ സന്താനമുണ്ടാകുമെന്നുള്ള അനുഗ്രഹം ദക്ഷനിൽ നിന്നും ചന്ദ്രന് സിദ്ധിച്ചില്ല. ശൃണുനാമാനി ലോകാനാം മാതൃണാം ശങ്കരാണിജ അത കശ്യപപത്നീനാം യത്പ്രസൂതമിതം ജഗത്. ഇനി കശ്യപ ഭാര്യമാരുടെ സുഖകരങ്ങളായ നാമങ്ങളെയും സന്താനങ്ങളെയും കേൾക്കുക. അവർ ലോകജനനിമാരാകുന്നു. അവരുടെ സന്താനങ്ങളാണ് ഈ ലോകത്തിലുള്ളവരെല്ലാം. അതിഥിർദിതിർധനുഹു കാഷ്ട അരിഷ്ട സുരസാ ഇള മുനിക്രോധവശാ താമ്ര സുരഭിസരമാതിമിഹി. അതിഥി ദിതി ധനു കാഷ്ട അരിഷ്ട സുരസ ഇള മുനിഹി ക്രോധവശ താമ്ര സുരഭി സരമാതിമി. ഇവർ കശ്യപ ഭാര്യമാർ. തിമേര്യാദോ ഗണ ആസൻ ശോഭാധ സരമാസുദാഹ സുരഭേർമഹിഷാ ഗാവോ ഏച്ചാന്യേ ദ്വിഷഫാ നൃപ. തിമിയിൽ നിന്ന് ജലജന്തുക്കളുണ്ടായി. വ്യാക്രാദികളായ കാട്ടുജന്തുക്കൾ സരമയുടെ സന്താനങ്ങൾ. പോത്തുകൾ, പശുക്കൾ മുതലായ ഇരട്ടക്കുളമ്പുകളുള്ള മൃഗങ്ങൾ സുരഭിയുടെ സന്താനങ്ങൾ. താമ്രായ ശേനഗൃദ്രാദ്യ മുനേരപ്സരസാം ഗണാഹ ദന്തശൂഗാദയ സർപ്പ രാജൻ ക്രോധവശാത്മജാഹ. പരുന്തുകൾ, കഴുക്കൾ മുതലായവ താമ്രയുടെ മക്കൾ. മുനിയുടെ സന്താനങ്ങൾ അപ്സരസുകളുടെ സംഘങ്ങൾ. ഹേ രാജാവേ, പാമ്പുകൾ മുതലായ വിഷജന്തുക്കൾ ക്രോധവശിയുടെ പുത്രന്മാർ. ഇളായ ഭൂരുഹ സർവേ യാതുദാനാശ്ച സൗരസാഹ അരിഷ്ടായാശ്ച ഗന്ധർവാഹ കാഷ്ടായ ദിശഫേതരാഹ. ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന വൃക്ഷാദികളെല്ലാം ഇളയുടെ മക്കൾ. യാതുദാനന്മാർ എല്ലാവരും സുരസാപുത്രന്മാർ. ഗന്ധർവന്മാർ അരിഷ്ടയുടെ സന്താനങ്ങൾ. ഒറ്റക്കുളമ്പുള്ള കുതിര മുതലായ മൃഗങ്ങൾ കാഷ്ടയുടെ മക്കൾ. സുധാ ധനോരേകഷഷ്ടിസ്തേഷാം പ്രാധാനികാൻ ശൃണു ദ്വിമൂർധ ശംബരോരിഷ്ടോ ഹയഗ്രീവോ വിഭാവസുഹു അയോമുഖ ശങ്കുശിരാഹ സോർബാനുകപിലോരുണഃ പുലോമാ വൃഷപർവാജ ഏകചക്രോനുതാപനഃ. ധൂമ്രകേശോ വിരൂപാക്ഷോ വിപ്രചിത്തിശ്ച ദുർജയഃ സോർബാനോ സുപ്രഭാം കന്യാം ഉവാഹനമുജിക്കില. ധനുവിന് 61 പുത്രന്മാരുണ്ട്. അവരിൽ പ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ദ്വിമൂർധാവ് ശംബരൻ, അരിഷ്ടൻ, ഹയഗ്രീവൻ, വിഭാവസു, അയോമുഖൻ, ശംഖുശിരസ്, സോർബാനു, കപിലൻ, അരുണൻ, പുലോമാവ്, വൃഷപർവാവ്, ഏകചക്രൻ, അനുതാപനൻ, ധൂമ്രകേശൻ, വിരൂപാക്ഷൻ, വിപ്രജിത്തി, ദുർജയൻ ഇവരാണ് ശ്രേഷ്ഠന്മാർ. സോർബാനുവിൻ്റെ സുപ്രഭയെന്നു പേരായ കന്യകയെ നമുജി വിവാഹം ചെയ്തു. വൃഷപർവണസ്തു ശർമ്മിഷ്ടാം യയാതിർനാഹുഷോ ബലി വൈശ്വാനരസുതായാശ്ച ചതസ്രശ്ചാരുദർശനാഃ. ഉപദാനവിഹയശിര പുലോമാ കാലകാ തഥാ ഉപദാനവീം ഹിരണ്യാക്ഷഃ ക്രതുർഹയശിരാം നൃപ. പുലോമാം കാലകാം ച ദ്വേ വൈശ്വാനരസുതേതുകഃ ഉഭയേമേത ഭഗവാൻ കശ്യപോ ബ്രഹ്മചോദിതഃ. വൃഷപർവാവിൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയെ ബലശാലിയും നഹുഷപുത്രനുമായ യയാതി കല്യാണം കഴിച്ചു. ധനുപുത്രനായ വൈശ്വാനരന് സുന്ദരിമാരായ 4 കന്യകമാരുണ്ടായി. ഉപദാനവി, ഹയശിരസ്, പുലോമ, കാലക എന്ന് അവർക്കു പേർ. ഉപദാനവിയെ ഹിരണ്യാക്ഷനും ഹയശിരസിനെ ക്രതുവും കല്യാണം കഴിച്ചു. പുലോമ, കാലക എന്ന 2 പേരെ ബ്രഹ്മാവിൻ്റെ പ്രേരണ നിമിത്തം കശ്യപ പ്രജാപതി വിവാഹം ചെയ്തു. പൗലോമ കാലകേയാശ്ച ദാനവായുദ്ധശാലിനഃ തയോഷഷ്ടിസഹസ്രാണി യത്നഗ്നാംസ്തേ പിതുഃപിതാ ജഗാനസ്വർഗദോ രാജൻ ഏക ഇന്ദ്രപ്രിയങ്കരഃ. പുലോമാവിൻ്റെ പുത്രന്മാരാണ് യുദ്ധത്തിൽ മഹാപരാക്രമികളായ കാലകേയന്മാരെന്നു പേരുള്ള ദാനവന്മാർ. അവർ 60,000 പേരുണ്ട്. നിവാത കവചന്മാർ എന്നാണ് അവരെ വിളിച്ചു വരുന്നത്. ദേവഭോഗ്യങ്ങളായ സകല യാഗങ്ങളെയും മുടക്കുന്ന അവരെ ഇന്ദ്രൻ്റെ പ്രാർത്ഥന നിമിത്തം അങ്ങയുടെ പിതാമഹനായ അർജുനൻ സ്വർഗത്തിൽ ചെന്ന് ഏകനായി വധിച്ചു. വിപ്രജിത്തി സിംഹികായാം ശതം ചൈകമജീജനത് രാഹുജ്യേഷ്ഠം കേതുശതം ഗ്രഹത്വം യ ഉപാഗതഃ. വിപ്രജിത്തി സിംഹിക എന്ന ഭാര്യയിൽ 101 പേരെ ജനിപ്പിച്ചു. മൂത്ത പുത്രന് രാഹുവെന്നും ബാക്കി 100 പേർക്ക് കേതുക്കളെന്നും പേർ.
അവരിൽ രാഹു ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നവനാകുന്നു. അഥാതശ്രൂയതാം വംശോ യോദിതേരനുപൂർവശഃ എത്ര നാരായണോ ദേവഃ സ്വാംശേനാവതരദ്വിഭുഃ. ഇനി അദിതിയുടെ വംശം ക്രമത്തിൽ കേട്ടുകൊള്ളുക. അദിതിയിൽ ദേവകാര്യം സാധിപ്പാൻ സമർത്ഥനായ ശ്രീനാരായണൻ സ്വാംശത്താൽ വാമനൻ എന്ന പേരോടുകൂടി അവതരിച്ചു. വിവസ്വാന്നര്യമ്യാ പൂഷാ ത്വഷ്ടാദസവിദാഭഗഃ ദാദാവിദാദാ വരുണോ മിത്രശക്ര ഉരുക്രമഃ. വിവസ്വാൻ അര്യമാവ്, പൂഷാവ്, ത്വഷ്ടാവ്, സവിതാവ്, ഭഗൻ, ദാതാവ്, വിദാതാവ്, വരുണൻ, മിത്രൻ, ശക്രൻ, ഉരുക്രമൻ ഇവർ 12 പേർ ആദിത്യന്മാരാകുന്നു. വിവസ്വത ശ്രാദ്ധദേവം സംജ്ഞാസൂയത വൈമനും മിഥുനം ച മഹാഭാഗ യമം ദേവം യമീം തഥാ സൈവ ഭൂത്വാദപടവ നാസത്യൗ സുഷുവേ ഭുവി. വിവസ്വാൻ്റെ ഭാര്യയായ സംജ്ഞാദേവി എന്നവൾ ശ്രാദ്ധദേവൻ എന്നുപേരായ മനുവിനെയും ദേവനായ യമനെയും ഭൂലോകത്തിൽ നദിരൂപേണ പ്രവഹിക്കുന്ന യമുന എന്ന ദേവിയെയും ജനിപ്പിച്ചു. അവൾ ഭൂമിയിൽ പെൺകുതിരയുടെ രൂപം പൂണ്ട് നാസത്യന്മാരെന്നുകൂടി പേരുള്ള അശ്വനി കുമാരന്മാരെയും ജനിപ്പിച്ചു. ഛായാശനൈശ്ചരം ലേബേ സാവർണീം ച മനും തതഃ കന്യാം ച തപതിം യാവൈ വവ്രേ സംവരണം പദീം. ഛായ എന്നുപേരായ സൂര്യഭാര്യ ശനൈശ്ചരനെയും സാവർണി മനുവിനെയും തപതി എന്നുപേരായ കന്യകയെയും ജനിപ്പിച്ചു. ആ കന്യക സംവരണനെ ഭർത്താവായി സ്വീകരിച്ചു. അര്യംണോ മാതൃകാ പത്നി തയോശ്ചർഷണയഃ സുതാഃ എത്ര വൈമാനുഷീ ജാതിർബ്രഹ്മണ ചോപകൽപ്പിത. അര്യമാവിൻ്റെ ഭാര്യ മാതൃക, അവരുടെ പുത്രന്മാർ കഴിഞ്ഞതും കഴിയുവാൻ പോകുന്നതും അറിവുള്ള ചർഷണികൾ ആകുന്നു. അവരിൽ ബ്രഹ്മദേവൻ മനുഷ്യജാതിയെ ഉദ്ഭവിപ്പിച്ചു. പൂഷാനപത്യപിഷ്ടാദോ ഭഗ്നദന്തോ ഭവത്പുരാ യോസൗ ദക്ഷായ കുപിതം ജഹാസവിവൃതദ്വിജഃ. പൂഷാവിന് സന്താനമില്ല. ആ ദേവന് ദന്തങ്ങളില്ലാതെ വന്നതിനാൽ പിഷ്ടത്തെ ഭക്ഷിക്കുന്നു. ദക്ഷൻ്റെ നേരെ ക്രോധിച്ച ശ്രീഹരൻ്റെ നേരെ പല്ലുകൾ പ്രകാശിപ്പിച്ചു ഹസിച്ചതുകൊണ്ടാണ് ദന്തഹീനനായത് എന്നുള്ള ചരിത്രം ഇതിനു മുമ്പ് പറഞ്ഞതിനെ ഓർമ്മ വെച്ചുകൊള്ളുക. തുഷ്ടുർദൈത്യാനുജാ ഭാര്യ രചനാ നാമ കന്യക സന്നിവേശസ്തയോർജജ്ഞേ വിശ്വരൂപശ്ച വീര്യവാൻ. ത്വഷ്ടാവിൻ്റെ ഭാര്യ ദൈത്യാനുജയായ രചന എന്നു പേരുള്ള കന്യകയാകുന്നു. അവരിൽ നിന്ന് സന്നിവേശൻ എന്നും വീര്യവാനായ വിശ്വരൂപൻ എന്നും പേരുള്ള 2 പുത്രന്മാരുണ്ടായി. തം വവ്രിരേ സുരഗണാഃ സ്വശ്രീയം ദിഷതാമഭി വിമതേന പരിത്യക്ത ഗുരുണാങ്കിരസേനയത്. ശത്രുക്കളായ ദൈത്യന്മാരുടെ ഭഗിനിയുടെ പുത്രനായിരിക്കുന്ന അവനെ, വിശ്വരൂപനെ, ദേവന്മാർ പുരോഹിതനായിട്ട് വരിച്ചു. ദേവന്മാരാൽ അപമാനിക്കപ്പെട്ടതുകൊണ്ട് ഒരു കാലത്ത് ദേവാചാര്യനായ ബൃഹസ്പതി ദേവന്മാരുടെ പൗരോഹിത്യത്തെ ഉപേക്ഷിച്ചുപോയി. ആ കാലത്താണ് ദേവന്മാർ വിശ്വരൂപനെ പുരോഹിതനായി സ്വീകരിച്ചത്. 6-ാം അധ്യായം സമാപിച്ചു. 7-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.